السلام عليكم ورحمة الله. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പുതിയ സൂറത്ത് നമ്മൾ ആരംഭിക്കുകയാണ്. സൂറത്തുൽ അംബിയ, അംബിയാക്കളുടെ പേരിൽ തന്നെയുള്ള അധ്യായമാണ്. മക്കിയായ സൂറത്താണ് സൂറത്തുൽ അംബിയ. നബിതങ്ങളുടെ പരസ്യ പ്രബോധനത്തിൻ്റെ ഘട്ടങ്ങളിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. നബിതങ്ങൾ വഹ്യു പ്രകാരം അവരെ പ്രബോധനം ചെയ്യുകയും എന്നാൽ സ്വീകരിക്കാൻ തയ്യാറില്ലാതെ തള്ളിക്കളയുകയും ചെയ്യുന്ന മക്കയിലെ ജനത, അവരോട് ചില യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതുപോലെ അവരുടെ ഈ കുഫ്ർ, ധിക്കാരം, അതിനെതിരെ കൃത്യമായ താക്കീത് നൽകുകയുമാണ് ഈ സൂറയിൽ അല്ലാഹു തആല ചെയ്യുന്നത്. മക്കിയായ സൂറകളിൽ സാധാരണ അല്ലാഹു തആല പരാമർശിക്കാറുള്ളത് 3 കാര്യമാണ്. അഥവാ ഒന്ന് തൗഹീദാണ്, മറ്റൊന്ന് റിസാലത്താണ്, 3 ആഖിറത്താണ്. അള്ളാഹുവിൻ്റെ ഏകത്വം, മുഹമ്മദ് നബിയുടെ നുബുവത്ത്, മരണശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്നത്. ഈ 3 കാര്യമാണ് സാധാരണ ഈ മക്കീ സൂറകളിൽ പ്രധാനമായും പറയാറുള്ളത്. അതുതന്നെയാണ് ഈ സൂറത്തിലും ഉള്ളത്. അത് മുൻകാല അമ്പിയാക്കളുടെയും ഒക്കെ ദൈവത്തിനെ കൂടി പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. മുൻകാലത്ത് പ്രവാചകന്മാർ വന്നു, അന്നും ഇത് തന്നെയാണ് ആളുകൾ പ്രതികരിച്ച പ്രതികരണം എന്നുകൂടി കൂട്ടത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقترب للناس حسابهم وهم في غفلة معرضون. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. സൂറത്തിൻ്റെ ആരംഭം ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ എന്നാണ്. ഇഖ്തറബ ലിന്നാസ്, ജനങ്ങൾക്ക് അടുത്തിരിക്കുന്നു, ഹിസാബുഹും, അവരുടെ ഹിസാബില അടുത്തിരിക്കുന്നു, വഹും, പക്ഷെ അവരാകട്ടെ ഫീ ഗഫ്ലത്തിൻ, അശ്രദ്ധയിലായിക്കൊണ്ട്, മുഅ്രിദൂൻ, തിരിഞ്ഞു കളയുന്നവരാണ്, അവഗണിച്ചു പോകുന്നവരാകുന്നു അവർ. അപ്പോൾ ജനങ്ങൾക്കവിടെ ഹിസാബ് അടുത്തു, പക്ഷേ ആ ബോധമൊന്നും ആളുകൾക്കില്ല. അവർ അതേക്കുറിച്ചൊക്കെ അശ്രദ്ധമായിക്കൊണ്ട് പോവുകയാകുന്നു എന്നാണ്. ഖിയാമത്ത് ഇനി അധികമില്ല,
സമീപസ്ഥമായിട്ടുണ്ട്. നബിതങ്ങളുടെ ആഗമനം തന്നെ ഖിയാമത്തിൻ്റെ അടയാളമാണല്ലോ. നബിതങ്ങൾ വന്നു എന്നത് ഖിയാമത്തിൻ്റെ അടയാളമാണ്. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഖിയാമത്തിന് മുന്നോടിയായി 6 കാര്യം എണ്ണിക്കൊള്ളുക എന്ന് പറഞ്ഞതിൽ ഒന്ന് പറഞ്ഞത് എൻ്റെ ആഗമനം. നബി വന്നു എന്നുള്ളത് ഖിയാമത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. മാത്രവുമല്ല, മറ്റു ഹദീസിൽ കാണാം, ബുഇസ്തു അന വസ്സാഅതു കഹാതൈനി ഇൻ കാദത് ലതസ്ബിഖുനി. നബിതങ്ങൾ തൻ്റെ ചൂണ്ടുവിരലും മധ്യവിരലും ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും ഖിയാമത്തും ഇതുപോലെയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ബുഇസ്തു അന വസ്സാഅതു കഹാതൈൻ, ഈ 2 വിരൽ പിടിച്ചിട്ട് പറഞ്ഞു, ഞാനും ഖിയാമത്തും ഇതുപോലെയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇൻ കാദത് ലതസ്ബിഖുനി, ഇത് എന്നെ മുൻകടക്കുമാറായി പോയി, അത്രയേറെ ഞാനും ഖിയാമത്തും അടുത്തടുത്താണ്. ഈ 2 വിരൽ നമ്മൾ അടുപ്പം പോലെ, അതാണ് ഈ 2 ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ 2 വിരൽ തമ്മിലുള്ള ഈ ഏറ്റവ്യത്യാസം പോലെ, വലിപ്പ വ്യത്യാസം പോലെ, ഇത്രയാണ് ഞാനും ഖിയാമത്തും തമ്മിലുള്ള ബന്ധം, അത് എൻ്റെ മുമ്പ് വരുമോ എന്ന് പോലും തോന്നുമാറ് അത്രയും ഞാനും ഖിയാമത്തും ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. നബിയുടെ വഫാത്ത് ഖിയാമത്തിൻ്റെ മറ്റൊരു അടയാളമാണ്. എൻ്റെ മരണം നിങ്ങൾ ഖിയാമത്തിന് അടയാളമായി എണ്ണിക്കൊള്ളുക എന്ന് നബി തങ്ങൾ പറഞ്ഞതും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രവാചകൻ്റെ ആഗമനം തന്നെ ലോകത്തിൻ്റെ ആയുസ് കഴിഞ്ഞു എന്നതാണ്. കാരണം അവസാനത്തെ നബിയാണ്, അവസാനത്തെ വേദഗ്രന്ഥമാണ്. അതോടുകൂടി ഇനി നബി വരാനില്ല, ഇനി ഒരു സമൂഹമില്ല. അവസാനത്തെ ഉമ്മത്താണ് ഈ ഉമ്മത്ത്, അവസാനത്തെ നബിയാണ് നമ്മുടെ പ്രവാചകൻ, അവസാനത്തെ കിതാബാണ് ഈ ഒരു ഖുർആൻ. അതോടെ ഇനിയൊരു കിതാബില്ല, ഇനിയൊരു നബിയില്ല, ഇനിയൊരു ഉമ്മത്തില്ല, ഇതോടുകൂടി കഴിഞ്ഞു. എന്നോ ആരംഭിച്ച ഈ പ്രപഞ്ചവും അതേപോലെ ആദം നബിയിൽ ആരംഭിച്ച മനുഷ്യകുലവും ഒക്കെ ഇതാ തീരാൻ പോവുകയാണ്, അവസാനിക്കാൻ പോവുകയാണ്. ഇത് സമീപത്തെത്തിയിട്ടുണ്ട്. അതാണ് ഇഖ്തറബന്നാസ്, ഇത് അടുത്തിരിക്കുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, ഹാദാ തംബീഹും മിനല്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആല ഉണർത്തുകയാണ്, അലഖ്തിറാബിസ്സാഅതി വദുനുവിഹാ, ഖിയാമത്ത് അടുത്തു സമീപസ്ഥമായി എന്ന് അല്ലാഹു ഉണർത്തുകയാണ് ഇവിടെ. വഅന്നന്നാസ ഫീ വഫ്അത്തിൻ അൻഹാ, ജനങ്ങളാവട്ടെ അതേക്കുറിച്ചുള്ള അശ്രദ്ധയിലുമാണ്. ലാ യഅമലൂന ലഹാ വലാ യസ്തഇദ്ദൂന മിൻ അജ്ലിഹാ, അവർ അതിനുവേണ്ടി അമൽ ചെയ്യുന്നില്ല, അതിനുവേണ്ടി അവരൊട്ട് ഒരുങ്ങുന്നുമില്ല എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്. അപ്പോൾ ഇഖ്തറബന്നാസ്, ആളുകൾക്കിതാ അടുത്തിരിക്കുന്നു, ഹിസാബുഹും, അവരുടെ ഹിസാബ്, വഹും അവരാകട്ടെ ഫീ വഫ്ലത്തിൻ, വഫ്ലത്തിലായിക്കൊണ്ട് അശ്രദ്ധയിലായിക്കൊണ്ട്, മുഅ്രിദൂൻ തിരിഞ്ഞു പോകുന്നവരാകുന്നു, അവഗണിക്കുന്നവരാകുന്നു. മുഅ്രിദ്, അഅറള യുഅ്രിദു, മുഅ്രിദ്, അഅറള അവഗണിച്ചു, തിരിഞ്ഞു കളഞ്ഞു എന്നൊക്കെ അർത്ഥം. അതിലാണ് മുഅ്രിദൂന, അവഗണിക്കുന്നവർ, തിരിഞ്ഞു പോകുന്നവർ. ഇങ്ങനെ ഖിയാമത്ത് സമീപമായെങ്കിലും അവരതാ അതിൽ നിന്ന് അകന്നു പോകുന്നു. അല്ലാഹ് പല സ്ഥലത്തും സമാനമായ പ്രയോഗങ്ങൾ ഖുർആനിൽ പറഞ്ഞു കാണാൻ പറ്റും. അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലു, അല്ലാഹ് പറഞ്ഞു സൂറത്തുൻ നഹ്ലിലെ 1-ാമത്തെ ആയത്ത്. അതാ അംറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന ഇതാ വന്നു, ഫലാ തസ്തഅജിലു, നിങ്ങൾ ധൃതി കാണിക്കേണ്ടതില്ല, ഇതാ ഖിയാമത്ത് ഇവിടെ എത്തി, അല്ലാഹുവിന്റെ കൽപ്പന ഇതാ എത്തി എന്ന് സൂറത്തുൻ നഹ്ലിലെ 1-ാമത്തെ ആയത്തിൽ കാണാം. സൂറത്തുൽ ഖമറിലെ 1-ാമത്തെ ആയത്തിലും കാണാം, ഇഖ്തറബത്തിസ്സാഅതു വൻശഖൽ ഖമർ, ഇഖ്തറബത്തിസ്സാഅ, ഖിയാമത്ത് അടുത്തിരിക്കുന്നു, വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ചന്ദ്രൻ പിളർന്നു എന്നുള്ളത് ഖിയാമത്തിൻ്റെ അടയാളമാണ്. ഇവിടെയും സമാനമായ പ്രയോഗം, ഇഖ്തറബന്നാസ്, ആളുകൾക്കിതാ സമീപസ്ഥമായിരിക്കുന്നു അവിടെ ഹിസാബ്, പക്ഷെ അവർ ഒരു വഫ്ലത്തിലാണ്, അങ്ങനെ അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു കളഞ്ഞു പോവുകയാകുന്നവർ. എന്നിട്ട് ശേഷം അല്ലാഹ് പറഞ്ഞു, മാ യഅതീഹിം മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലാ ഇസ്തമഊഹു വഹും യൽഅബൂൻ. മാ യഅതീഹിം, അവർക്ക് വരുന്നില്ല, മിൻ ദിക്രിൻ, എന്തൊരു ഉത്ബോധനവും വരുന്നില്ല, മിൻ റബ്ബിഹിം, റബ്ബിൽ നിന്ന്, മുഹ്ദസിൻ, പുതുതായി ഏതൊരു ഉത്ബോധനം വന്നാലും തന്നെ, ഇല്ലസ്തമഊഹു, അവിടുന്ന് കേട്ടിട്ടല്ലാതെ. എങ്ങനെ കേൾക്കുക? വഹും യൽഅബൂൻ, അവർ കളിയായിക്കൊണ്ട്, അതൊരു തമാശയാക്കിക്കൊണ്ട് അത് കേൾക്കുന്നു എന്നല്ലാതെ അവർക്ക് യാതൊരു മാറ്റവും യാതൊരു ബോധവും അവർക്കില്ലല്ലോ എന്ന്. പടച്ച റബ്ബ് അവർക്ക്
പുതുതായി എന്തൊരു ഉത്ബോധനം ഇറക്കിയാലും ആ ഉത്ബോധത്തെയെല്ലാം കളിതമാശയായി വിനോദമായി അശ്രദ്ധമായി കേൾക്കുക എന്നല്ലാതെ മറ്റൊന്നും അവഴ്ത്തില്ല എന്നാണ്. എല്ലാം അവരങ്ങ് തള്ളിക്കളയുന്നു. അവർക്കതൊന്നും വലിയ കാര്യമല്ല. അല്ലാഹ് പറഞ്ഞാലും വേണ്ടില്ല, റസൂല് പറഞ്ഞാലും വേണ്ടില്ല, ഖുർആൻ ആയത്ത് വന്നാലും വേണ്ടില്ല. അതൊന്നും അവരെ സംബന്ധിച്ച് അത്ര വലിയൊരു കാര്യമല്ല. അതൊക്കെ കേൾക്കും. ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ, കളിയിലായിക്കൊണ്ട് അത് കേൾക്കുന്നു എന്നല്ലാതെ മറ്റൊന്നുമില്ല. അതാണ് അവർക്ക് മാ യഅതീഹിം മിൻ ദിക്രിൻ, മാ യഅതീഹിം അതായഅതി വരിക, മാ യഅതീഹിം അവർക്ക് വരുന്നില്ല, മിൻ ദിക്രിൻ ഒരു ഉത്ബോധനവും തന്നെ, മിർ റബ്ബിഹിം അവരുടെ റബ്ബിൽ നിന്ന്, മുഹ്ദസിൻ ഐ ജദീദിൻ പുതിയതായിട്ട് പടച്ച റബ്ബിൽ നിന്ന് പുതിയ വല്ല ഉത്ബോധനം വന്നാൽ പോലും ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ, കളിക്കുന്നവരായിക്കൊണ്ട് അവർ കേൾക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല അവർക്ക്. ലാഹിയതൻ ഖുലൂബുഹും, ലാഹിയതൻ ലഹ്വിലായിക്കൊണ്ട്, ലാഹിയ ലഹ്വ് അറിയാലോ, വിനോദമാവുക, അശ്രദ്ധമാവുക എന്നൊക്കെ അതിനർത്ഥം. ലഹ്വ്. ലാഹിയതൻ ഖുലൂബുഹും ഇവിടെ കൽബുകൾ അശ്രദ്ധമായ നിലയിൽ, കൽബിലേക്ക് ഇറങ്ങുന്നില്ല. അല്ലാഹ് പറഞ്ഞാലും അത് കൽബിലേക്ക് ഇറങ്ങൂല, നബി തങ്ങൾ പറഞ്ഞാലും അത് കൽബിലേക്ക് ഇറങ്ങൂല, എന്ത് ഉത്ബോധനം കിട്ടിയാലും അത് കൽബിലേക്ക് എത്തുകയില്ല. അതങ്ങനാണ്ട് കേട്ടു തള്ളിപ്പോകുന്നു അവർ. വഅസറുൻ നജ്വല്ലദീന ളലമു ഹൽ ഹാദാ ഇല്ലാ ബശറുൻ മിസ്ലുക്കും, മാത്രവുമല്ല വഅസറുൻ നജ്വ അവരതാ സ്വകാര്യമായി സംഭാഷണം നടത്തുകയാണ്. അസറു അവർ സ്വകാര്യമാക്കുന്നു, അൻ നജ്വ സംഭാഷണങ്ങൾ, സ്വകാര്യ ഭാഷകൾക്കാണ് നജ്വ എന്ന് പറയും. തമ്മിലിങ്ങനെ മെല്ലെ മെല്ലെ കുസുകുസു പറയുക, പരസ്പരം മന്ത്രിക്കുക, അതിനാണ് നജ്വ എന്ന് പറയുക. വഅസറുൻ നജ്വ അവർക്കിടയിൽ അവരത് സ്വകാര്യം പറയുന്നു. എന്തു പറയുന്നു? ആര് പറയുന്നു? അല്ലദീന ളലമു ഈ അക്രമികളായ ആളുകൾ തമ്മിൽ പരസ്പരം സ്വകാര്യം പങ്കുവെക്കുന്നു. എന്താണ് പറയുന്നത്? ഹൽ ഹാദാ ഇല്ലാ ബശറുൻ മിസ്ലുക്കും, ഹൽ ഹാദാ ഇയാളാണോ, ഇല്ലാ ബശറുൻ മിസ്ലുക്കും നിങ്ങളെപ്പോലുള്ള മനുഷ്യനല്ലാതെ വേറെന്താ പയ്യാക്കുള്ളത് എന്നവർ നബിയെക്കുറിച്ച് അവർ തമ്മിൽ സ്വകാര്യം അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരസ്പരം കാണുമ്പോൾ പോൽ തമ്മിൽ കൂടുമ്പോഴൊക്കെ എന്ത് നബി അത്, ഇതിപ്പോൾ എന്ത് നബി, അങ്ങനെ നബി ഉണ്ടോ, ഇതിപ്പോൾ നമ്മളെപ്പോലത്തെ ആളല്ലേ എന്നവർ പരസ്പരം പറയുന്നു. ഹൽ ഹാദാ ഇതാണോ, ഇല്ലാ ബശറുൻ ഒരു മനുഷ്യനല്ലാതെയാണോ, മിസ്ലുക്കും നിങ്ങളെപ്പോലെയുള്ള, വേറെ എന്ത് പ്രത്യേകതയാണ് ഇദ്ദേഹത്തിനുള്ളത് എന്നവർ ചോദിക്കുന്നു. അഫതഅ്തൂന സിഹ്റ വഅൻതും തുബ്സിറൂൻ, മാത്രവുമല്ല അഫതഅ്തൂന സിഹ്റ നിങ്ങൾ ഈ സിഹ്റിൽ ചെന്ന് ചാടുകയാണോ, ഈ മായാജാലത്തിൽ നിങ്ങൾ ചെന്ന് ചാടുകയാണോ, വഅൻതും തുബ്സിറൂൻ നിങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരിക്കെ, കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കെ ഈ സിഹ്റിലേക്ക് നിങ്ങൾ പോയി ചാടുകയാണോ എന്നവർ പരസ്പരം ചോദിക്കുന്നു. അപ്പം ഇതൊരു നമ്മളെപ്പോലത്തെ ആൾ മാത്രം പറന്തപ്പണത്. അയാൾ ചില മാന്ത്രികമായ ചില പണി, ചില മാജിക്കുമായി വന്നു, അങ്ങനെ അയാൾ വന്നെന്തോ പറയുമ്പോഴേക്ക് നമ്മളൊക്കെ പഴത്ത വലിയ വലിയ മനുഷ്യന്മാരൊക്കെ അയാൾ നീ പോയിട്ട് ചാടാൻ മാത്രം എന്താ പയാക്കുള്ളത്, ഇത് നബിയൊന്നുമല്ല, ഇത് കേവലമായ സിഹ്റാണ്, ഇതൊരു മാന്ത്രികമാണ്, അതല്ലാതെ ദൈവികമായ വചനമൊന്നുമല്ല എന്ന് അവർ പരസ്പരം സ്വകാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നബിയുടെ ദഅവത്ത് ആളുകൾ സ്വീകരിക്കാതിരിക്കാൻ, അതിന് ആളുകൾ തിരിഞ്ഞു പോകാൻ വേണ്ടി അവർ ചെയ്ത പണിയായിരുന്നു. ഇത് നബിയല്ല എന്നും ഇദ്ദേഹം സാഹിറാണ് എന്നും ഈ പറയുന്ന വചനങ്ങളൊക്കെ സിഹിറാണ് എന്നും അവിടെ ആ മാസ്മരികത കണ്ട് അതിൽ പോയി പെട്ടുപോകേണ്ടതില്ല എന്നവർ പരസ്പരം ഉപദേശിക്കുമായിരുന്നുവെന്നാണ്. മൊത്തം ഒന്നുകൂടെ പറയാം. ഇഖ്തറബദിന്നാസി ഹിസാബുഹും ജനങ്ങൾക്കിതാ അവിടെ ഹിസാബ് അടുത്തിരിക്കുന്നു. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ അവരാകട്ടെ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളയുന്നവരാകുന്നു. മാ യഅതീഹിം മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം മുഹ്ദസിൻ റബ്ബിൽ നിന്നുള്ള പുതിയ എന്തൊരു ഉത്ബോധനം അവർക്ക് വന്നെത്തിയാലും ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ കളിയായിക്കൊണ്ട് അവരതിനെ കേൾക്കുന്നുവെന്നല്ലാതെ മറ്റൊന്നുമില്ല. ലാഹിയതൻ ഖുലൂബുഹും അവരുടെ കൽബുകൾ അശ്രദ്ധമായ നിലയിൽ. വഅസറുൻ നജ്വല്ലദീന ളലമു അക്രമികളായ ആളുകൾ
സ്വകാര്യമായി അവർ സംഭാഷണം നടത്തുന്നു. ഹൽ ഹാദാ ഇല്ലാ ബശ്റും മിസ്ലുക്കും, ഇത് നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യരല്ലാതെ മറ്റു വല്ലതുമാണോ? അഫതഅ്തൂന സിഹ്റ വഅൻതും തുബ്സിറൂൻ, നിങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരിക്കെ ഈ സിഹറിൽ, ഈ മാസ്മരികയിൽ നിങ്ങൾ ചെന്ന് ചാടുകയാണോ എന്നവർ പരസ്പരം സ്വകാര്യം പറയുന്നു. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقترب للناس حسابهم وهم في غفلة معرضون ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. سبحانك اللهم وبحمدك. السلام عليكم ورحمة الله.